ഹലോ ഗായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ലോയിഡിന്റെ ടി വി സെഗ്മെന്റ്സിനെ കുറിച്ചാണ്. ഇന്ന് കറന്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന OS ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗൂഗിൾ ടിവി, ലിനക്സ് ആൻഡ് വെബ്. ഇന്ന് കറന്റ് മാർക്കറ്റ് ഓപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് സെഗ്മെന്റ്സ് വൈഡ്ലി തന്നെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നത് ഈ ഒരു യൂസർ ഇന്റർഫേസ് ആണ്. നിങ്ങൾക്ക് വേണ്ടി നിന്ന് കാണാൻ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഇന്ന് കറന്റ് ഈ കസ്റ്റമേഴ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ള അല്ലെങ്കിൽ ആപ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസർ ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും പ്രൈം വീഡിയോ, യൂട്യൂബ്, ഹോം ഡാഷ്ബോർഡ്, വെബ് ബ്രൗസർ, ഇങ്ങനെ ഒരു കസ്റ്റമേഴ്സിന് എന്ത് ആവശ്യത്തിനും അല്ലെങ്കിൽ അവർ റിക്വയർ ചെയ്യുന്ന ഏത് സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസർ ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണക്ടിവിറ്റീസ് എല്ലാ കാര്യത്തിലും തന്നെ നമുക്ക് യൂസർ ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഈ ഡാഷ്ബോർഡ്, ലൈക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡാഷ്ബോർഡോ, അതായത് നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഹോം ഡാഷ്ബോർഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കൊണ്ടുപോകുന്നത് തന്നെ വീട്ടിലുള്ള, ലൈക്ക് നിങ്ങൾക്ക് പരിചയസമ്പന്നമായിട്ടുള്ള ഒരു ഫീച്ചറാണ് IoT. IoT മീൻസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. വീട്ടിൽ നമ്മൾ ഇന്ന് തന്നെ ലോകം തന്നെ ഈ IoTയുടെ പിന്നാലെയാണ്, അല്ലെ? ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. നമുക്ക് വൈഫൈ മുഖേന വീട്ടിലുള്ള ലൈക്ക് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം, ആക്സസ് ചെയ്യാം. ഇന്ന് ലോകം തന്നെ വിരൽത്തുമ്പിലാണ്. സോ നമുക്ക് വീട്ടിലുള്ള എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, TV മുഖേന നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് നിലവിൽ എയർപ്ലൈ വന്നുകൊണ്ട് മൊബൈൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഹോം ഡാഷ്ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇതിൽ ആപ്പിൾ എയർപ്ലൈ സപ്പോർട്ടബിൾ ആണ്. അതുപോലെ തന്നെ അനദർ ആൻഡ്രോയിഡ് മൊബൈൽസ് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട്. ഇനി അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്ന പറയാം, നമുക്ക് ആപ്പ് സ്റ്റോർ. ഇന്ന് നിലവിൽ നമുക്ക് ആൻഡ്രോയിഡ് TVs ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗൂഗിൾ TVs ആയിക്കോട്ടെ, നമുക്കിപ്പോ പ്ലേ സ്റ്റോർ എന്നൊരു ഓപ്ഷൻ ആയിരിക്കും. നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും ആക്സസ് ചെയ്യാനും സാധിക്കും. പക്ഷേ നമ്മൾ വെബ് വോയിസിലോട്ട് വരുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആപ്പ് സ്റ്റോർ എന്നൊരു ആപ്ലിക്കേഷൻ. ഈ ആപ്പ് സ്റ്റോർ എന്ന് പറയുന്ന ഉപയോഗം പറഞ്ഞാൽ തന്നെ നമുക്കപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിലവിൽ പല ഈ തേർഡ് പാർട്ടി ആപ്സ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ ഹാങ് ആവാൻ, അതുപോലെ ലേവ് കൊണ്ടുവരാനും ഡാമേജ് ആക്കാൻ കൺട്രോളാണ്. സോ ഈ ആപ്പ് സ്റ്റോറിൽ മുഖേന നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പറയാം, തേർഡ് പാർട്ടി ഫസ്റ്റ് ഓഫ് ഓൾ സെക്യൂരിറ്റി. വെബ് വോയിസ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആദ്യം മനസ്സിലാകുന്ന പറഞ്ഞാൽ ഫാസ്റ്റ് സെക്യൂർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഈ ആപ്പ് സ്റ്റോറിൽ നമുക്ക് തേർഡ് പാർട്ടി ആപ്സ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ലൈക്ക് ഇൻസ്റ്റാൾ ചെയ്യാനോ അതുപോലെ തന്നെ അവൈൽ ചെയ്യാനോ സാധിക്കുന്നതാണ്. പറയാൻ യൂസർ ഫ്രണ്ട്ലി, അതുപോലെ തന്നെ യൂസറിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും സെക്യൂരിറ്റി വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഫീച്ചറാണ് ലൈക്ക് ആപ്പ് സ്റ്റോർ. സോ നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എന്താണ്, ടൂൾക്യൂ പ്രൊവൈഡ് ബൈ ടൂൾക്യൂ എന്നുള്ള ഒരു ഫീച്ചറിനെ കുറിച്ച്. സോ നമുക്കിന്ന് അറിയാം, ലൈക്ക് പലതര വോയിസ് കൺട്രോളിന് വേണ്ടിയിട്ട്, വീഡിയോ ഇൻറ്റഗ്രേഷൻ, നല്ലൊരു പേഴ്സണൽ ആയിട്ട് വ്യൂവിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ 4K അപ്സ്കെയിലിംഗ് വീഡിയോസ്, അതൊരു വളരെ നല്ലൊരു ഫീച്ചറാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു വീഡിയോ ഫോർമാറ്റ് അല്ലെങ്കിൽ വീഡിയോ ഇൻപുട്ട് ക്ലാരിറ്റി കുറവായിട്ടുള്ള നിലയിൽ ഉണ്ടാകും. അപ്പോൾ MP4 അല്ലെങ്കിൽ 3GP ഒക്കെ ഉണ്ടാകാം, അല്ലെ? അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലൊരു 4Kയിലോട്ട് തന്നെ നമ്മളെ TV സെൻസ് ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്തിട്ടുണ്ട് അതിനെ അപ്സ്കെയിൽ ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നു.